UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ പ്രഖ്യാപനത്തിന് ലൈക്ക് അടിക്കുകയാണ് സ്ത്രീകൾ. വളരെ നേരത്തെ തന്നെ നടപ്പാക്കേണ്ടിയിരുന്ന പദ്ധതിയാണിതെന്ന് നാട്ടുകാർ പറയുന്നു. ചില പ്രതികരണങ്ങൾ നോക്കാം. വാഗ്ദാനങ്ങൾ ഇങ്ങനെ കുന്നോളം വരുമ്പോൾ ജനങ്ങൾക്കും അതിനെക്കുറിച്ച് പ്രതികരിക്കാനുണ്ടാവില്ലേ? തങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ഇനി മുതൽ KSRTC ബസ്സിൽ ഫ്രീ ആയി സഞ്ചരിക്കാമെന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകുമ്പോൾ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല തീരുമാനം, അതിൽ വേറൊന്നുമില്ല. ഞങ്ങളെല്ലാതും സ്വീകരിക്കും. നടപ്പിലാക്കാൻ പറയണല്ലേ കാര്യം, പറഞ്ഞ് നടപ്പിലായിട്ട് പറയാം. എത്രയോ പറയാൻ പറ്റുള്ളൂ. നടപ്പിലായ തമിഴ്നാട് പോലെ സ്ത്രീകൾക്ക് ബസ്സിന് പൈസ കൊടുക്കണ്ടല്ലോ, അത് നല്ല കാര്യം തന്നെയാണ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. വോട്ട് കിട്ടാൻ വേണ്ടി അവർ പലതും പറയും. ഇതൊന്നും ഇതുവരെ നടന്നിട്ടുമില്ല, ഇനി നടക്കുകയുമില്ല. സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമല്ലോ, നല്ല തീരുമാനമാണ്. നടപ്പിലാക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എത്രത്തോളം അത് പ്രാബല്യത്തിൽ എത്താൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ KSRTC അത്ര ലാഭത്തിലായില്ല. ലാഭത്തിലായ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല. തമിഴ്നാട് ഗവൺമെന്റിനെ പോലെ കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കില്ല. VD സതീശന്റെ പുതുയുഗ യാത്രയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ 6 പദ്ധതികൾ പറഞ്ഞത്. അതിലൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുമെന്നത്. നല്ലത് തന്നെയാണ്, സ്ത്രീകൾക്ക് ഒരു ഉപകാരമായില്ല ഇതായിട്ട് പോകുമ്പോൾ. സൗകര്യമായിരിക്കും. ഞങ്ങൾക്ക് ഇതുപോലെ നാട്ടിൽ പോകാനും കാര്യങ്ങളൊക്കെ സൗകര്യമായിരിക്കും. ഇതൊക്കെ യാഥാർത്ഥ്യമാകും, നടപ്പിലാക്കും എന്നൊക്കെ അവർ പറയുന്നു. നടപ്പിലാകുമെന്ന് കരുതുന്നുണ്ട്. എങ്ങനെയാണ് നടപ്പിലാക്കുമെന്ന് കരുതുന്നു? ഞാൻ എന്തും ഡെയിലി പോയി വരുന്ന ആളാണ്. അപ്പം എനിക്ക് ദിവസം തന്നെ 140 രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം വരുവാണെങ്കിൽ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പം നല്ലൊരു തീരുമാനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സൗജന്യമായിട്ട് കിട്ടിയാൽ നല്ലൊരു കാര്യമല്ലേ? സ്ഥിരമായിട്ട് KSRTC യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. സ്ഥിരമായിട്ട് രൂപ കൊടുക്കണം. 56. ഈ പൈസ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ കൊള്ളാല്ലേ? എല്ലാ സംസ്ഥാനത്തും അത് നിലവിൽ വന്നേ. തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലും ഉണ്ട് ഫ്രീ ആയിട്ട്. കേരളത്തിൽ സമയം അതിക്രമിച്ചു എന്നാണ് അഭിപ്രായം. കാരണം അത് ആ ഒരു നടപടി വരണം എന്നാണ് ആഗ്രഹം. സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാലോ, പിന്നെ അത്രേ പറയാം. KSRTC ബസ് യാത്ര സ്ത്രീകൾക്ക് നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു യാത്ര, ഏത് സമയത്തും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രാ സൗകര്യം KSRTC. അപ്പോൾ സ്ത്രീകൾക്ക് ആ ഒരു സൗകര്യം കൊടുത്തുകൊണ്ട് നല്ല ഉപകാരം. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തോട് എല്ലാവരും ലൈക്ക് അടിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമെന്നാണ് ഒരാശങ്കയുമില്ലാതെ എല്ലാവരും പറയുന്നത്. പക്ഷേ UDF വരുമോ, പ്രഖ്യാപനം നടപ്പിലാകുമോ എന്നൊരു കാര്യവും പലരും ചോദിക്കുന്നുണ്ട്. ക്യാമറമാൻ വ്യാസ്പിറാമിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.